നിലവിൽ എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതി രമണീയമായ ബൈസാരൻ താഴ്വരയിൽ കാശ്മീരിന്റെ ശാന്തതയെ കശക്കിയെറിഞ്ഞ പാകിസ്ഥാൻ ഭീകരരെ മുടിപ്പിക്കാൻ തുഴഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനോടകം തന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ മുറിവുറപ്പാണ് പാക് മന്ത്രി ഈ ആഞ്ഞു തള്ളിക്കൊണ്ട് തീർക്കാൻ ശ്രമിച്ചത്. നമസ്കാരം. 130 ആണവായുധങ്ങൾ കാഴ്ചയ്ക്ക് വെച്ചതല്ല, ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് എന്ന വെല്ലുവിളിയുമായി പാക് പ്രതിരോധ മന്ത്രി രംഗത്തെത്തുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ഗതി നമ്മുടെ ഗതി എന്തായിരിക്കും? ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഞാൻ കണ്ടു. പലരും ഇന്ത്യയുടെ ആയുധബലത്തെ മാത്രം വിഷയമാക്കുമ്പോൾ ഇതിന് പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങളെ ഇനിയും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടുത്ത ഹിരോഷിമയാകുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പോകും മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അരുണിമ. ലോകത്തെ സുപ്രധാന സംഭവങ്ങളെ വിശദീകരിക്കാനും അതോടൊപ്പം വിമർശിക്കാനും അതാണ് എക്സ്പ്ലെയിൻഡ് ബൈ അരുണിമ. എങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വളരെ സിമ്പിളായി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് പാകിസ്ഥാന്റെ ഭീഷണിയിൽ നിന്നും തന്നെ തുടങ്ങാം. പാക് മന്ത്രി ഹനീഫ് അബ്ബാദിയാണ് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി എത്തിയത്. പാകിസ്ഥാന്റെ 130 ആണവായുധങ്ങൾ വെറുതെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നതല്ലെന്നും അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണെന്നും മന്ത്രി ഭീഷണി മുഴക്കി. സിന്ധുവിലെ വെള്ളം പാകിസ്ഥാന് നൽകുന്നത് തടസ്സപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായാൽ യുദ്ധത്തിന് തന്നെ തയ്യാറായിക്കൊള്ളൂ എന്നും ഹനീഫ് അബ്ബാദി പറഞ്ഞു. ഞങ്ങൾക്കുള്ള ജലവിതരണം അവർ തടസ്സപ്പെടുത്തിയാൽ അവർ യുദ്ധത്തിന് തന്നെ തയ്യാറാകട്ടെ. ഞങ്ങൾക്കുള്ള സൈനിക ഉപകരണങ്ങളും മിസൈലുകളും ഒന്നും വെറുതെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. ഞങ്ങളുടെ ആണവായുധങ്ങൾ രാജ്യത്ത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം തന്നെ നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്, അബ്ബാദി പറയുന്നു. എന്നാൽ എന്റെ അബ്ബാദി വാക്കുകളിലൂടെ മാത്രം പ്രതിരോധം തീർക്കുന്ന നിങ്ങളുടെ രാജ്യത്തെ ആണവ പോർമുനകളുടെ എണ്ണത്തെ ഇന്ത്യ ഏതോ കാലം മുന്നേ മറികടന്ന കാര്യം നിങ്ങളുടെ പാകിസ്ഥാൻ ഒരു പക്ഷേ അറിഞ്ഞു കാണില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് 60കളിലല്ലേ. എന്നാലും അബ്ബാദിയുടെ തള്ളു തീർന്നിട്ടില്ല, അത് മുഴുവിപ്പിക്കാം. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നടപടിയുടെ ഫലം അവർ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും അബ്ബാദി പരിഹസിച്ചു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചപ്പോൾ തന്നെ അവർ പ്രതിസന്ധി നേരിട്ട് കാണും. പ്രതിസന്ധി ഇനിയും ഒരു 10 ദിവസം കൂടി ഇതുപോലെ തന്നെ തുടർന്നാൽ ഇന്ത്യൻ വ്യോമയാന കമ്പനികൾ പൂട്ടിപ്പോകും. അതെ, എല്ലാവരും പാകിസ്ഥാൻ പിണങ്ങിയപ്പോൾ ഇപ്പോൾ നഷ്ടത്തിലാണ്. അത് ഓർമ്മിപ്പിക്കല്ലേ, പേടിയാവുന്നുണ്ട്. സ്വന്തം സുരക്ഷാ വീഴ്ചയിൽ പ്രതികരിക്കുന്നതിന് പകരം പാകിസ്ഥാനെയാണ് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ പഴിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്ന ഏത് നടപടികളെയും പ്രതിരോധിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണത്രേ, അബ്ബാദി പറയുന്നു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടത്. ഇന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉറി ഡാമിലെ വെള്ളം വരെ ഇന്ത്യ തുറന്നു വിട്ടു കഴിഞ്ഞു. ഇതോടെ ഝലം നദിയിലെ വെള്ളം ഉയരുകയും പാക് അധീന കാശ്മീരിലെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയും ഉണ്ടായി. അത് പിന്നെ നിങ്ങൾ സിന്ധുവിലെ കരാർ റദ്ദാക്കിയപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡാം തുറന്ന് വെള്ളം ഇഷ്ടംപോലെ കിട്ടിയപ്പോൾ കുറ്റമായോ? ഇത് നല്ല കൂറ്റം. അപ്പോൾ തള്ളു കഴിഞ്ഞു. ഇന്ന് നമുക്ക് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളിലേക്ക് കടക്കാം. ഫെഡറേഷൻ ഓഫ് അമേരിക്കയിൽ സയന്റിസ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം 180 ആണവ വാർഹെഡുകളുണ്ട്. പാകിസ്ഥാന്റെ കണക്കാക്കിയ 170 എണ്ണത്തെയാണ് രാജ്യം മറികടന്നിരിക്കുന്നത്. 1974 ഇന്ത്യയുടെ ആണവ പരീക്ഷണം ആരംഭിക്കുന്നത്. ആദ്യ ആണവ പരീക്ഷണം നടത്തിയതോടെ ആണവശേഷി തെളിയിച്ച ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നു. ഏകദേശം 1/4 നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ 1998 സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി ഇരു രാജ്യങ്ങളെയും സൂക്ഷ്മവും അസ്ഥിരവുമായ ആണവ മത്സരത്തിലേക്ക് തള്ളിവിട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ മികച്ച പരമ്പരാഗത ശക്തികളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ചെറിയ സംഖ്യാ മുൻതൂക്കം നിലനിർത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ആണവ ആധുനികവൽക്കരണ നീക്കം, പ്രത്യേകിച്ചും 2025 ആദ്യം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് അഥവാ MIRV ഘടിപ്പിച്ച അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം രാജ്യത്തിന്റെ ആണവ വ്യാപ്തിയും വഴക്കവും ശരവേഗത്തിലാണ് വർദ്ധിപ്പിച്ചത്. ഈ ഒരൊറ്റ മിസൈലിന് 1ലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള ശേഷി വരെയുണ്ട്. ആക്രമണ ശേഷിയിലെ ഈ പ്രധാന കുതിച്ചുചാട്ടം
പാകിസ്ഥാന്റെ മാത്രമല്ല ചൈനയുടെയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ MIRV കഴിവുകൾ വികസിപ്പിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. 2025-26 ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം $79 ബില്യൺ വർദ്ധിച്ചു. മുൻ വർഷത്തേക്കാൾ ഏകദേശം 10% വർധനമാണിത്. നേരെ മറിച്ച് പാകിസ്ഥാന്റെ ബജറ്റ് ഏകദേശം $8 ബില്യൺ താഴെയുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സൈന്യത്തിനായി ചെലവഴിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ശക്തി നേരിട്ട് ഹാർഡ്വെയറിലേക്കും കഴിവുകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നു. റഫേൽ യുദ്ധവിമാനങ്ങൾ, റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ വിപുലമായ ആധുനികവൽക്കരണം എന്നിവയിലൂടെ എല്ലാം ഇന്ത്യ തങ്ങളുടെ ആയുധശേഖരം വികസിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം വലിയൊരു സൈന്യത്തിന്റെയും വിശ്വസനീയമായ ആണവ പ്രതിരോധത്തിന്റെയും ഭാരം പേറുന്ന പാകിസ്ഥാൻ പരിമിതമായ വിഭവങ്ങൾ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ട് ആധുനികവൽക്കരണ ആവശ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ കൂടുതൽ നിർബന്ധിതരാവുകയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന മേധാവിത്വവും ആണവശേഷികളും പ്രാദേശിക അധികാര സന്തുലിതാവസ്ഥയെ പുനർനിർമ്മിക്കുകയാണ്. ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ ഔപചാരികമായി കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ആണവ നയത്തിൽ സമീപ വർഷങ്ങളിൽ ചില വ്യതിചലനങ്ങൾ കാണിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭീകരാക്രമണമോ രാസായുധങ്ങളോ ജൈവ ആയുധങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ആണവ പ്രതികാരത്തിന് കാരണമാകുന്നുവെന്ന് മുതിർന്ന ഇന്ത്യൻ നേതാക്കൾ തന്നെ സൂചന നൽകിയിട്ടുമുണ്ട്. അതേസമയം കര, കടൽ, വായു എന്നിവിടങ്ങളിൽ നിന്ന് ആണവ ആക്രമണം നടത്താനുള്ള കഴിവ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ആണവത്രയം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം പ്രതികരണത്തിനും പ്രതിരോധത്തിനുമുള്ള സാധ്യതകൾ നൽകുന്നതാണ്. അഗ്നി 5, വരാനിരിക്കുന്ന അഗ്നി 6 പോലുള്ള ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാന് വേണ്ടി രാജ്യം കരുതി വെച്ചിട്ടുള്ളവയാണ്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം പോലുള്ള അന്താരാഷ്ട്ര ആണവ നിർവ്യാപന സംരംഭങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുകയും ആണവ വിതരണക്കാരുടെ മുമ്പിൽ അംഗത്വം തേടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആണവ നിർവ്യാപന ഉടമ്പടിക്കും സമഗ്ര പരീക്ഷണ നിരോധന ഉടമ്പടിക്കും പുറത്താണ് നമ്മുടെ ഇന്ത്യ. നിലവിൽ എന്തൊക്കെ പറഞ്ഞാലും പ്രകൃതി രമണീയമായ ബൈസാരൻ താഴ്വരയിൽ കാശ്മീരിന്റെ ശാന്തതയെ കശക്കിയെറിഞ്ഞ പാകിസ്ഥാൻ ഭീകരരെ മുടിപ്പിക്കാൻ തുഴഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനോടകം തന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ മുറിവുറപ്പാണ് പാക് മന്ത്രി ഈ ആഞ്ഞു തള്ളിക്കൊണ്ട് തീർക്കാൻ ശ്രമിച്ചത്. ഇതിനൊക്കെ പുറമെ തീവ്രവാദികൾ എന്ന് സംശയിക്കപ്പെടുന്നവരുടെ വീടുകളും തകർത്തു. ഒളിത്താവളങ്ങൾ സുരക്ഷാ സേന ആക്രമിച്ചു കഴിഞ്ഞു. തീവ്രവാദികളെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന സിവിലിയന്മാർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കൂടാതെ പ്രവർത്തന സുരക്ഷയും പൊതുക്രമവും സംരക്ഷിക്കുന്നതിനായി സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം നിർത്താൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്ക് നിർദ്ദേശവും നൽകി. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു വിട്ടുവീഴ്ച അതിനി അസാധ്യമായിരിക്കും. കുറ്റം പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് കയറി ചുരുന്നതല്ലേ. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ഗാസ യുദ്ധം തുടരുകയും യൂറോപ്പിൽ റഷ്യ ഉക്രൈൻ സംഘർഷം രൂക്ഷമാവുകയും ചെയ്യുന്ന സമയത്ത് ദക്ഷിണേഷ്യയിൽ മറ്റൊരു സംഘർഷത്തിന്റെ ആവിർഭാവം വളരെയധികം ആശങ്കാജനകം തന്നെയാണ്. അത് പറയാതിരിക്കാനാവില്ല. അന്താരാഷ്ട്ര സംവിധാനം ദുർബലമാവുകയും പ്രധാന ശക്തികൾ തിരക്കിലാവുകയും നയതന്ത്ര വിഭവങ്ങൾ ബുദ്ധിമുട്ടിലുള്ള സാഹചര്യത്തിൽ തെറ്റായ കണക്കുകൂട്ടലുകളുടെയും സംഘർഷങ്ങളുടെയും അപകട സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള ആണവായുധ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ചരിത്രപരമായ അവിശ്വാസവും പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളും സംഭവത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എളുപ്പത്തിൽ തള്ളിവിടുമെന്നത് തീർച്ചയുമാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല. ഒരുപക്ഷെ POK തന്നെ ഈ യുദ്ധത്തിലൂടെ നമ്മുടെ കയ്യിലായേക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും പവൻ ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.